എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നല്ല മടിയുള്ള ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സവാളയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ഒരു റൈത്തയും പപ്പടവും ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയൂണ് അടിപൊളിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അടുത്തതായിട്ട് ചേർക്കുന്നത് സവാളയാണ്. 2 സവാളയാണ് സ്ലൈസ് ചെയ്തത് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ എല്ലാം പാകത്തിന് നന്നായിട്ട് പൊടികളെല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് വേവിച്ച ചോറാണ് ചേർക്കുന്നത്. ഇത് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ചൂടോടുകൂടി ചോറ് ഇങ്ങനെ ചേർക്കരുത്. നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ ചോറ് ചേർക്കാവുള്ളൂ. ചൂടോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചോറ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചോറ് ഇവിടെ റെഡിയാകും. ഇതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റൈസ് റെസിപ്പികളുടെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാവുന്നതാണ്. ഇത് റൈത്തയും പപ്പടവുമായിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ചോറ് ഓംലെറ്റും റൈത്തയും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്